വെൽക്കം ടു പ്രെപ് സ്കെയിൽ. HSST സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ബേസിക് പ്രോബ്ലംസ് ഇന്ന് കവർ ചെയ്യാം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ. ഫസ്റ്റ് പ്രോബ്ലം, ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ എൻ FCC ക്രിസ്റ്റൽ ഇസ്. FCC ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ആണ് ഒരു FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് എന്നാണ്. FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. അപ്പോൾ എന്താണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്? എന്താണ് ക്വസ്റ്റ്യൻ നമ്മളത് ഡിമാൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൽ എങ്ങനെയാണ് ആറ്റംസ് അറേഞ്ച്ഡ് ആയിട്ടിരിക്കുക? ഒരു ക്രിസ്റ്റൽ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഫേസിൽ ഒരു ഫേസ്, അപ്പോൾ ഒരു ക്യൂബിക് സെല്ലിൽ ഒരു ക്യൂബിൽ എത്ര ഫേസസ് ഉണ്ടാവും? 6 ഫേസസ് ഉണ്ടാവും. അപ്പോൾ ഓരോ 6 ഫേസസിലും ഒരു ആറ്റം ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. അതാണ് FCCയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആറ്റംസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഈ കോർണേഴ്സിലായിരിക്കും ഒരു ഫുൾ ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതിൻ്റെ ബേസിസിലാണ്, അതായത് എല്ലാ 8 കോർണേഴ്സിലും അറ്റ് ദ സെയിം ടൈം അറ്റ് ദ ഫേസ് സെൻറ്റേഴ്സിലായിരിക്കും നമ്മുടെ ആറ്റംസ് സിറ്റുവേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര ആറ്റംസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ വരയ്ക്കുന്നു. ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ 4 കോർണേഴ്സ് ഇൻ ദ ടോപ്പ്, അവിടെ ഒരു ആറ്റം. അപ്പോൾ അതിൻ്റെ ഓരോ ഫ്രാക്ഷൻസ് മാത്രമേ നമ്മുടെ ക്യൂബിൽ വരുള്ളൂ. അറ്റ് ദ സെയിം ടൈം ലോവർ പോർഷനിലെ, ലോവർ ഹാഫിലെ മറ്റ് ഫ്രാക്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഓരോ ഫേസിലും ഉണ്ടായിരിക്കും. അറ്റ് ദ ഫേസ്, അപ്പോൾ 6 ഫേസസിൽ ഓരോ ഹാഫുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് വൈൽഡ്ലി റെപ്രസെൻ്റ് ചെയ്യാം. ഒരു സ്ഫിയറിൻ്റെ ഹാഫായിരിക്കും ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക ഓരോ ഫേസിലും. ഓക്കെ, റെപ്രസെൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അതാണ് നമ്മുടെ ഐഡിയ. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്താം. എത്ര ആറ്റംസ് ഈ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ എത്ര ഫ്രാക്ഷൻസ് കൂടുമ്പോഴാണ് നമ്മുടെ ക്യൂബിൽ ഫിൽ ആവുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഹാഫിൽ മുകളിൽ ഇതൊരു ദിസ് ഇസ് എ ക്വാർട്ടർ. ഒരു ക്വാർട്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ഫിയറിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് ടെക്നിക്കലി this is 1/8 of the total total sphere. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോർണർ വന്നു, ഇതിൻ്റെ ഒരു കോർണർ വന്നു, ഇതിൻ്റെ ഒരു കോർണർ വരുമ്പോൾ ടോട്ടലി ഈ 4 ക്വാർട്ടറ്റ്സും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യൂബിൻ്റെ ഒരു സ്ഫിയറിൻ്റെ ഹാഫ് പോർഷനാണ് വരിക. ഓക്കെ, അതായത് നമ്മളത് ഇങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ ഒരു 4 ഫ്രാക്ഷൻസ് ആക്കുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ടോട്ടൽ ഇത് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പോർഷനും 1/8 ഓഫ് ദ ഹോൾ ക്യൂബാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹാഫ് എടുക്കുക, ഹാഫിൻ്റെ 4 പീസ് ആക്കുക, വിച്ച് മീൻസ് ഇറ്റ്സ് 1/8 ഓഫ് എ ഓരോ ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/8 ഓഫ് ദ ടോട്ടൽ സ്ഫിയർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആറ്റമാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് വന്നു. അപ്പോൾ ടോട്ടലി ഫസ്റ്റ് മോളിൽ നിന്ന് ഒരു ഹാഫ് വന്നു. ഈ എല്ലാ കോർണേഴ്സിൽ നിന്നും ഒരു ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ ലോവർ ഹാഫും കൂടി വന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ദർ വുഡ് ബി എ സിംഗിൾ ആറ്റം. അപ്പോൾ ഈ കോർണേഴ്സ് എല്ലാം കൂടി, ദ ടോട്ടൽ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് എല്ലാം കൂടി ഒറ്റ ആറ്റമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 1 atom from all corners. പിന്നെ ഫേസ് ആണ്, ഫേസ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ ഓരോ ഫേസിൻ്റെ നടുക്കിൽ ഒരു ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ, അപ്പോൾ നമുക്ക് ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു ഹാഫ് ആയിരിക്കും ഇവിടെ ക്യൂബിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, ഒരു ആറ്റത്തിൻ്റെ ഒരു ഹാഫ്. അപ്പോൾ ഇത്രയും പോർഷൻ ഒരു ഹാഫ് ആയിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇവിടെ. There will be 1/2 in this one face, half of a sphere in every face.
എവറി ഫേസ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. ടോട്ടൽ 6 ഫേസസ് ഇൻ എ ക്യൂബ്. 6 ഫേസസ്, 6 ഫേസസ്. അപ്പോൾ എത്രയായിരിക്കും? ഓരോ ഫേസിലും ഹാഫ് ഓഫ് ദ സ്ഫിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹാഫ് ടൈംസ് 6, അതായത് 3. ടോട്ടലി 3 ആറ്റംസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. അതായത് നമ്മൾ ഓരോ 6 ഫേസസിലുള്ള ഹാഫ് സ്ഫിയേഴ്സ് എല്ലാം സം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 3 സ്ഫിയേഴ്സ് കിട്ടും. ആറ്റംസ് ഓർ സ്ഫിയേഴ്സ് ആണ് ഇവിടുത്തെ ഐഡിയ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫേസിലും കൂടി കോർണേഴ്സിൽ നിന്ന് ഒരു ആറ്റവും ഫ്രം ഓൾ ഫേസ് 3 ഫ്രം ഫേസസ്. അപ്പോൾ ടോട്ടൽ 1 + 3 4. അതായത് ഓപ്ഷൻ സി, there are 4 atoms per unit cell in an FCC crystal. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. സെക്കൻഡ് പ്രോബ്ലം, the packing fraction of a BCC crystal is approximately. ഓക്കെ, അപ്പോൾ ഞാനിത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ കുറച്ച് ഇൻ എ ബെറ്റർ വേ ഇതിൻ്റെ നമ്മൾ എക്സാം പെർസ്പെക്റ്റീവിൽ ഈ വാല്യൂസ് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. 0.5 to 0.68, 0.74. ഉദാഹരണത്തിന് സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ ആണ് 0.52. ഒരു BCC ക്രിസ്റ്റലിൻ്റെ ഫ്രം മെമ്മറി നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 0.68. ഒരു FCC ക്രിസ്റ്റലിലാണ് 0.74. അതായത് FCCയിലായിരിക്കും ഏറ്റവും കൂടുതൽ പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവിൽ ബെറ്റർ മെമ്മറൈസ് ദീസ് വാല്യൂസ്. അതാകുമ്പോൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പാക്കിംഗ് ഫ്രാക്ഷൻ? പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ ആറ്റംസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഫ്രാക്ഷൻ. അപ്പോൾ ആറ്റംസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഫ്രാക്ഷൻ്റെ വോള്യൂം ഓഫ് ആറ്റംസ് occupying the primitive cell divided by volume of the primitive cell അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് സെൽ. ഓക്കെ, ഇതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ BCC ആണ് ഇവിടെ തന്നിരിക്കുന്നത്. BCC എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണ്. ബോഡി സെൻറ്റേർഡിൽ എങ്ങനെ വരിക? എല്ലാ കോർണേഴ്സിലും ഒരു ആറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾ കോർണേഴ്സിലും ക്യൂബിൻ്റെ ഓൾ കോർണേഴ്സിലും ഒരു ആറ്റം ഉണ്ടായിരിക്കും. സെയിം ടൈം അതിൻ്റെ ബോഡി സെൻറ്ററിൽ, അതായത് ഹോൾ ക്യൂബിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും അതിൻ്റെ മറ്റേ ആറ്റം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് 9th ആറ്റം. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ, അപ്പോൾ എത്ര വോള്യൂമാണ് ഈ ആറ്റംസ് എല്ലാം ഈ യൂണിറ്റ് സെല്ലിൽ എത്ര ഫ്രാക്ഷനാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്ഫിയർ, ആറ്റം എന്ന് പറയുന്നത് ഒരു സ്ഫിയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഷേപ്പ് ഇവിടെ. അപ്പോൾ അതിൻ്റെ വോളിയം 4/3 πr³ ആണ്. r is the radius of the sphere, അല്ലേ? r എന്ന് പറഞ്ഞ റേഡിയസ് ഓഫ് സ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ വോളിയം 4/3 πr³ ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ലാറ്റിസ് കോൺസ്റ്റൻറ്റ്, അതല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ലെങ്സ് എന്ന് പറയുന്നത് ലാറ്റിസിൻ്റെ എഡ്ജസിൻ്റെ ഡയമെൻഷനാണ് ലാറ്റിസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ ആ യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ A. ഇത് ക്യൂബ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ വോളിയം പറയാൻ പറ്റും. വോളിയം ഓഫ് എ ക്യൂബ് ഈക്വൽ ടു A³, റൈറ്റ്? അപ്പോൾ ഈ A³ ആയിരിക്കും നമ്മുടെ വോളിയം ഓഫ് ദ പ്രിമിറ്റീവ് സെൽ. അതേസമയത്ത് ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ വോളിയം 4/3 πr³ ആണ്. എത്ര ആറ്റംസ് ഒരു BCC ക്രിസ്റ്റലിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, ഒരു യൂണിറ്റ് സെല്ലിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയും കൂടി നമുക്കുണ്ടാവണം. കൂടാതെ എന്താണ് യൂണിറ്റ് സെല്ലും പിന്നെ ആറ്റം ഡൈമെൻഷൻസും തമ്മിലുള്ള റിലേഷൻ എന്നുള്ള ഒരു ഐഡിയയും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ
കുറച്ച് ഐഡിയാസിലോട്ട് നമുക്ക് നോക്കാം. ഒരു ക്യൂബ്, ജനറലി ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ ആ ക്യൂബിൻ്റെ ബോഡി ഡയഗണലിൽ കൂടെ ആയിരിക്കും നമ്മുടെ സെൻട്രൽ ആറ്റത്തിൻ്റെ പൊസിഷൻ ഇതിൻ്റെ ബോഡി ഡയഗണലിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുക. ബോഡി ഡയഗണൽ. ഓക്കെ, ഇത് ക്യൂബിൻ്റെ ഫേസ് ഡയഗണലാണ്. അതായത് ഒരു ഫേസിൽ നിന്നും ഒരു പോയിന്റ് തൊട്ട് മറ്റേ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ ഫേസ് ഡയഗണലാണ്. അതേസമയം ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോർണർ തൊട്ട് ഓപ്പോസിറ്റ് കോർണറിലോട്ട് പോകുന്ന ആ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു ക്യൂബിൽ ബോഡി ഡയഗണലിൻ്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും, എത്രയായിരിക്കും, അതെങ്ങനെ നമുക്ക് നമ്മുടെ സ്ഫിയറിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെൻ്റലി ഒരു ബോഡി ഡയഗണൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മിനിമം ഡയമെൻഷൻസ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ബേസിക് ക്യൂബിൻ്റെ ഒരു ഫേസാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ ഫേസിൽ ഞാൻ ഇതിൻ്റെ ഡയമെൻഷൻസ് എഴുതുന്നു ക്യൂബിൻ്റെ. അതായത് എല്ലാ ലെങ്ത്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് തൊട്ട് മറ്റ് പോയിൻ്റുള്ള ഫേസ് ഡയഗണലിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു √2a. ഈ ഡിസ്റ്റൻസ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രം ദ പൈത്തഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ ഈസിയാണ്, ട്രിവിയലാണ്. ജസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ലെങ്സ് ഉണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. ഞാനിത് ഡയഗണലായിട്ട് വരച്ചു എന്നുള്ളൂ. സോ ദാറ്റ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ലാർജർ ക്യൂബ്. ഓക്കെ, ഇത് ജസ്റ്റ് എ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ദിസ് ലെങ്ത് ഈസ് ഈക്വൽ ടു a² + a² √2, അതായത് 2√2a² അല്ലെങ്കിൽ √2a. അതാണ് ഈ ലെങ്ത് നമ്മളോട് പറഞ്ഞത്. സോ ഇത് ബേസിക്കലി ഫേസ് ഡയഗണലിൻ്റെ ലെങ്ത് ആണ്. ബോഡി ഡയഗണലിൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും? അപ്പോൾ ബോഡി ഡയഗണൽ എന്ന് പറയുമ്പോൾ ഞാനിതൊന്നും കൂടി ഇവിടെ വരയ്ക്കാം. ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് സോ ഈ ഒരു കോർണർ തൊട്ട് മറ്റ് കോർണറിനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ നമ്മൾ അതിൻ്റെ 3 ഡയമെൻഷണൽ അനലോഗ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഇപ്പോൾ ക്യൂബിൻ്റെ മറ്റ് പോർഷൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് അതിൻ്റെ ഫേസ് ഡയഗണലായിട്ട് വരും. ഇതാണ് നമ്മുടെ ബോഡി ഡയഗണൽ. ഓക്കെ, ബാക്കി പാർട്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോവർ പോർഷൻ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ സ്ഫിയറിൻ്റെ ലോവർ പോർഷൻ, ഇതൊരു സൈഡ്, ഇതതിൻ്റെ ഫേസ് ഡയഗണൽ, ഒരു കോർണർ തൊട്ട് ആ സ്ഫിയറിൻ്റെ മറ്റ് കോർണേഴ്സ് ഞാൻ ഡോട്ടഡ് ലൈൻ വെച്ചൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം മറ്റ് സ്ഫിയറിൻ്റെ ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി ഡയഗണൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് നമുക്കറിയാം, ദിസ് ഇസ് √2a. ഈ ലെങ്ത് നമുക്കറിയാം, ഇറ്റ് ഈസ് a. അപ്പോൾ ഈ ലെങ്ത് വരുന്നത് a² + 2a² ആണ് ദിസ് ലെങ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു √3a. അപ്പോൾ ബോഡി ഡയഗണൽ ലെങ്ത് √3a ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഫ്രം ദിസ് ഈ ഐഡിയയിൽ നിന്ന് നമുക്ക് സ്ഫിയറിൻ്റെ ലാറ്റിസ് ഡയമെൻഷൻസും അതിൻ്റെ ആറ്റത്തിൻ്റെ ഡയമെൻഷനും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഫേസ് സെൻറ്ററിൽ വരുമ്പോൾ ബോഡി ഡയഗണലിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്മുടെ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? there would be 3 atoms. ഇവിടെ കോർണറിൽ ഒരു ആറ്റം ഉണ്ടായിരിക്കും, there will be another atom in this corner. കുറച്ചും കൂടി ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ, അതായത് ഈ കോർണറിലെ ആറ്റം ഞാൻ കൺസിഡർ ചെയ്തു, ഈ കോർണറിലെ ആറ്റം കൺസിഡർ ചെയ്തു, പിന്നെ സെൻറ്ററിലെ ബോഡി സെൻറ്ററിലുള്ള ആറ്റം കൂടി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ടോട്ടലി ഈ ആറ്റത്തിൻ്റെ ഫ്രാക്ഷൻസ് ആണ് ബോഡി സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഫിയറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷനിലുള്ള ഈ കോർണർ സ്ഫിയറിൻ്റെ റേഡിയസ് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബോഡി സെൻറ്റർ ഡയഗണൽ എന്ന് പറയുന്നത് ഈ
ബോഡി സെൻട്രിക്കിലൂടെ പാസ് ചെയ്യുന്ന ദ ഡയഗണലിൽ എത്ര ലെങ്ത്സ് ഉണ്ടായിരിക്കും എന്ന് ചെക്ക് ചെയ്യാം, വിച്ച് ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇൻ ദ കോർണർ. പിന്നെ ഇതൊരു ഫുൾ സ്ഫിയർ ആണ്, എല്ലാ ആറ്റോമിക് ഡയമെൻഷൻസും സിമിലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്, ഞാനിതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇത് ബോഡി ഡയഗണലും അതിൻ്റെ സ്ഫിയറിൻ്റെ ഫ്രാക്ഷൻസും ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെങ്ത്ത്. ദിസ് ഈസ് ദ ടോട്ടൽ സ്ഫിയർ. ഇത്രയും ഭാഗമാണ് നമ്മുടെ ഇതിൽ വരിക. അപ്പോൾ അത്രയും ഫ്രാക്ഷൻ മാത്രമേ സ്ഫിയറിൻ്റെ അവിടെ കൊടുക്കേണ്ടതുള്ളൂ. സോ ഇവിടെ ഇതിൻ്റെ ലെങ്സ് കൺഫ്യൂസ്ഡ് ആവണ്ട, വരയ്ക്കുന്നതിൻ്റെ ഒരു പരിമിതിയാണ്. പക്ഷെ എല്ലാ ആറ്റംസും ഈക്വൽ ഡയമെൻഷനാണ്. അപ്പോൾ ഇതിൽ ഒരു ബോഡി ഡയഗണൽ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ മാത്രമേ ഇൻവോൾവ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ആർ. ഇവിടെ സിൻസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ സെൻറ്റർ, ഇതിൻ്റെ ഡയമീറ്റർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് 2r ആണ് ടോട്ടൽ ലെങ്ത്ത്. r പ്ലസ് ആർ, ഇവിടെ r, ഇത് r. അപ്പോൾ ടോട്ടലി ഇത് 2r ആയിരിക്കും. ഇത് ഈ ലെങ്ത്ത് r. അപ്പോൾ അതിൻ്റെ അർത്ഥം ബോഡി ഡയഗണൽ എന്ന് പറയുന്നത്, ബോഡി ഡയഗണൽ ഇഫ് ഈസ് ഈക്വൽ ടു, ബോഡി ഡയഗണൽ ലെങ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ അത് ഡിറൈവ് ചെയ്തു. അത് √3a ആണ്, വേർ a ഇസ് ദ ലാറ്റിസ് സ്പേസിംഗ്. അപ്പോൾ √3a ഇതേ ലെങ്ത്ത് തന്നെയാണ് നമ്മുടെ ടോട്ടൽ സ്ഫിയറിൻ്റെ റേഡിയസ് വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ r + 2r + r = 4r. അതായത് ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ലാറ്റിസിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി √3a/4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഐഡിയ. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി പാക്കിംഗ് ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് മറ്റ് റിസൾട്ട്സും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് ആറ്റംസ് ഓക്യുപ്പൈങ് ദ പ്രിമിറ്റീവ് സെൽ ഡിവൈഡഡ് ബൈ ദ വോളിയം ഓഫ് ദ പ്രിമിറ്റീവ് സെൽ ആണെന്ന്. അപ്പോൾ എത്ര ആറ്റംസ് BCCയിൽ ഒക്യുപ്പൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ടോട്ടലി ബോഡി സെൻറ്ററിൽ ഒരു ആറ്റം, എല്ലാ കോർണേഴ്സിൻ്റെ ഫ്രാക്ഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദർ വുഡ് ബി എ ടോട്ടൽ ഓഫ് 2 atoms participating in the unit cell. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിസൾട്ട് മനസ്സിലാക്കിയിട്ട് 2 atoms, കാരണം ഒരു യൂണിറ്റ് സെല്ലിൽ 2 atoms ആയിട്ടാണ്, 2 atoms ആയിരിക്കും ആ യൂണിറ്റ് സെല്ലിൽ ഇൻവോൾവ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ദ ടോട്ടൽ പാക്കിംഗ് ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 times the volume of a single atom, which is 4/3 pi r cube, divided by the volume of the primitive cell, which is a cube. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഫസ്റ്റ് ഫോർമുല. ഇതിൽ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ BCC ക്രിസ്റ്റൽ, പിന്നെ 4/3 pi r cube എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സ്ഫിയർ അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ആറ്റം, പിന്നെ a cube എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലാണ്. ഓക്കെ, ഇനി ആറിൻ്റെ റിലേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 times 4/3 pi r √3a/4 whole cube divided by a cube. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദിസ് ഇസ് 8 pi/3 times 3√3 a cube divided by 64 എന്നാണ് വരിക. ഡിവൈഡഡ് ബൈ a cube, താഴത്തെ a ക്യൂബും കൂടി വരും. ആ a ക്യൂബും ഇതും ക്യാൻസൽ ആയി പോകും. സോ ദിസ് ഇസ് 8, ദിസ് ഇസ് 3, ഇറ്റ് ഇസ് √3 pi/8. ഇതിൻ്റെ വാല്യൂ ഇസ് അറൗണ്ട് 0.68. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് എ BCC ക്രിസ്റ്റൽ ഇസ് അപ്രോക്സിമേറ്റ്ലി 0.68. ഓക്കെ, ഇതൊരു ജനറൽ ബെറ്റർ വേ ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ജനറൽ ലെക്ചേഴ്സിൽ ഈ പ്രൊസീജിയർ ഒന്നും കൂടി പറഞ്ഞു തരും, പക്ഷേ ഇത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസിനോട് ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് അടുത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക, ഇതിലൊരു കോർണർ കൺസിഡർ ചെയ്യുക, തൊട്ടപ്പുറത്ത് ഇതൊരു ഫുൾ ഓക്കെ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ ബിഗ് ബൾക്ക് ക്രിസ്റ്റൽ,
ഒരുപാട് യൂണിറ്റ് സെൽസ് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഹോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു സിംഗിൾ ആറ്റം എത്ര ആറ്റംസിനോട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം കൺസിഡർ ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ആറ്റം ഇവിടെയുണ്ട്, ഈ പെർസ്പെക്റ്റീവിൽ വേറൊരു ആറ്റം ഇവിടെയുണ്ട്, ഒരു ആറ്റം ഇവിടെയുണ്ട്. കഴിഞ്ഞില്ല, നമ്മൾ മറ്റ് സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് എ ഹോൾ ഒരു ക്രിസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് ആറ്റംസിനെ എത്ര ആറ്റംസ് അതിന് ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ് ഐഡിയ. ഓക്കെ, ഒറ്റ സെല്ലല്ല, ഒരു എറേ ഓഫ് സെൽസ് ആണെങ്കിൽ ഈ ആറ്റം തൊട്ടപ്പുറത്തെ ആറ്റമായിട്ടും കണക്റ്റഡ് ആണ്, ഇൻ ദിസ് ഡയറക്ഷൻ ഈ ആറ്റമായിട്ടും കണക്റ്റഡ് ആണ്. പിന്നെ ഏതാണ് ഈ തേർഡ് 3 ഡയമെൻഷനിൽ ചിന്തിക്കുമ്പോൾ ഔട്ട്സൈഡ് ദ പേജ് ഈ ഒരു ഡയറക്ഷനിലും അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെ കോർഡിനേഷൻ നമ്പർ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആറ്റം എങ്കിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇത് എത്ര ആറ്റംസ് ആയിട്ടാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക? ജസ്റ്റ് ടേക്ക് 1 2 3 4 5 ടോപ്പിൽ 6. ഓക്കെ, നമ്മൾ ഒരറ്റം തൊട്ടുള്ള ഡയഗണൽ വരെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഏറ്റവും അടുത്ത നെയ്ബറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വിൽ ജസ്റ്റ് ടേക്ക് ദ നിയറസ്റ്റ് വൺ, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആറ്റംസ് കണക്കാക്കുമ്പോൾ ടോട്ടലി 6 ആറ്റംസ് ആയിട്ടാണ് കണക്റ്റഡ്. സോ ദി ആൻസർ ഇസ് 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഹാസ് ദ ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി? ഇതൊരു ഡയറക്റ്റ് പ്രോബ്ലം ആണ്. നമ്മൾ ഒന്നും ഡിറൈവ് ചെയ്യാൻ നിൽക്കരുത്, നമുക്ക് ഓൾറെഡി അതിൻ്റെ വാല്യൂസ് ഫെമിലിയർ ആയിരിക്കണം. സിമ്പിൾ ക്യൂബിക്കിൻ്റെ 0.52 ആണ് അറൗണ്ട് വരിക. ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ ബേസിക്കലി 0.68 നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ അറൗണ്ട് 0.72 74 72 അടുത്താണ് തോന്നുന്നു. ഇറ്റ്സ് അറൗണ്ട് 0.72. അപ്പോൾ ടോട്ടലി ഏറ്റവും ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി കാണിക്കുന്നത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കാണ്. ഓക്കെ, ഡയമണ്ട് ക്യൂബിക്കിൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല. ആൻഡ് എനിവേ ഇറ്റ് ഈസ് വൈഡ്ലി നോൺ ദാറ്റ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്ക്, ഡയമണ്ട് ക്യൂബിക് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ബ്രവേസ് ലാറ്റിസ് പോലും അല്ല. ഓക്കെ, രണ്ട് എക്സ്ട്രാ ആറ്റംസ് വരും അതിൻ്റെ ലാറ്റിസ് ബിൽഡ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ലെറ്റ്സ് ഡയമണ്ട് ക്യൂബിക്ക് എന്തായാലും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്കാണ് ഏറ്റവും പാക്കിംഗ് എഫിഷ്യൻസി ഉള്ള നമ്മുടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, FCC. അടുത്തത്, ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു ദി Z ആക്സിസ് ആണ്. അപ്പോൾ കോർഡിനേറ്റ്സ് ഒന്ന് വരയ്ക്കാം. ദിസ് ഇസ് X, Y ആൻഡ് Z. ഓക്കെ, അപ്പോൾ Z ആക്സിസിനോട് പാരലൽ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് എയ്തർ കട്ട് ദ X ആക്സിസ്. X ആക്സിസിൽ കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ജസ്റ്റ് സേ ഒരു പ്ലെയിൻ. നമുക്ക് ബെറ്റർ വേ പാരലൽ ആയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി, ഇതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ്. അതായത് പാരലൽ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് വിത്ത് ദ ആക്സിസ് ആൻഡ് ദ പ്ലെയിൻ ഷുഡ് ബി ഈക്വൽ ത്രൂ ഔട്ട്. ഓക്കെ, അപ്പോൾ ഏതർ ആ പ്ലെയിന് എക്സിനെയും വൈനെയും കട്ട് ചെയ്യുന്നതായിട്ട് പാരലൽ ആവാം. ഉദാഹരണത്തിന് നമുക്ക് ഓരോ സിറ്റുവേഷൻസും കൺസിഡർ ചെയ്ത് നോക്കാം. 0 0 1 പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി കട്ടിങ് അലോങ് ദി Z ആക്സിസ്. ഇങ്ങനെയായിരിക്കും വരിക സാധാരണഗതിയിൽ. ഇത്രയും കണ്ടീഷൻസിൽ ഇറ്റ് ഈസ് ഓർത്തോഗണൽ ടു ദ Z ആക്സിസ്, അതായത് പെർപെൻഡിക്കുലർ ടു ദ Z ആക്സിസ്, പാരലൽ അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 1 1 0 ചെക്ക് ചെയ്യാം. 1 1 0 എന്ന് പറയുന്നത് ഇറ്റ് വുഡ് കട്ട് അലോങ് 1ൽ ഇറ്റ് ഷുഡ് കട്ട് അലോങ് X ആൻഡ് Y. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ പ്ലെയിൻ വരിക. X ആൻഡ് Yയിൽ കട്ട് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ജനറലി ഈ പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി Z ആക്സിസ്. ഓക്കെ, കുറച്ചുകൂടി റെപ്രസെൻ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ഒന്ന് വിഷ്വൽ ഡയഗ്രാം
കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ എക്സ് ആൻഡ് വൈയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്ലെയിൻ വരിക. ദിസ് ഇസ് എക്സ് വൈ ആൻഡ് സെഡ്, ഇങ്ങനെയാണ് അതിൻ്റെ പ്ലെയിൻ വരിക. സോ ദിസ് ഇസ് പാരലൽ ടു ദി സെഡ് ആക്സിസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഐഡിയ. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു സെഡ് ആക്സിസ്. 1 1 1 1 1 1 എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. 1ൽ കട്ട് ചെയ്യുന്നു along എക്സ് വൈ ആൻഡ് സെഡ്, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പാരലൽ. 1 0 0 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് okay, we can say that this is cutting along the x-axis. X-il ഇത് കട്ട് ചെയ്യുന്നു 1 0 0, but it doesn't cut along the y-axis. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this plane is also parallel to z-axis. At the same time, it is also parallel to the y-axis too. അതായത് ഈ പ്ലെയിന് എക്സിൽ മാത്രം കട്ട് ചെയ്യുന്ന പ്ലെയിൻ വൈനോടും സെഡിനോടും പാരലലാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ എ പെർട്ടിക്കുലർ ഓപ്ഷൻ. ഇതും കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്, ഇതും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. പക്ഷെ നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അസ്യൂം ചെയ്യണം, അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ പാരലൽ ടു ദി സെഡ് ആക്സിസ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ടു ദ സെഡ് ആക്സിസ് ആണ് എന്നുള്ളതാണ് ഈ ഐഡിയ. അതായത് സെഡ് ആക്സിസിനോട് മാത്രമേ പാരലൽ ഉള്ളൂ എന്നുള്ള ഐഡിയ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ്. ഇതിൽ സെഡ് ആക്സിസിനോടും വൈ ആക്സിസിനോടും പാരലലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ലോജിക്കലി രണ്ടും പാരലലാണ്. അപ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 1 1 0 ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി പാരലൽ ടു ദി സെഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാം. അടുത്ത പ്രോബ്ലം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബ്രവേസ് ലാറ്റിസ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്യൂബിക്, ഫേസ് സെൻറ്റർഡ് ക്യൂബിക് എല്ലാം ബ്രവേസ് ലാറ്റിസ് ആണ്. ബോഡി സെൻറ്റർഡ് ക്യൂബിക് എല്ലാം ബ്രവേസ് ലാറ്റിസസ് ആണ്. പക്ഷേ ഡയമണ്ട് ക്യൂബിക് ബ്രവേസ് ലാറ്റിസ് അല്ല. കാരണം ബ്രവേസ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒറ്റ ലാറ്റിസ് പോയിന്റ് ആയിരിക്കും ഒരു യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവേണ്ടത്. ദർ ഷുഡ് ബി എ സിംഗിൾ ലാറ്റിസ് പോയിന്റ്. അതിൻ്റെ അർത്ഥം നമ്മളൊരു അറേ ഓഫ് സെൽസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു അറേ ഓഫ് സിമിലർ സെൽസ്, ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് സെൽസ് ആണ്. അതായത് ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ യൂണിറ്റ് സെൽ. അപ്പോൾ ഹോൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ യൂണിറ്റ്സ് ദാറ്റ് കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. അപ്പോൾ ട്രാൻസ്ലേഷൻ സിമെട്രി അവിടെ ബാധകമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് ആയാലോ അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ആയാലോ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആണെങ്കിലും അതെല്ലാം ബ്രവേസ് ലാറ്റിസുകളാണ്. പക്ഷേ ഡയമണ്ട് ക്യൂബിക് അങ്ങനെയല്ല. അത് ക്ലാസിക് എക്സാമ്പിളാണ്. ഡയമണ്ട് ക്യൂബിക്കിൽ നമുക്ക് അത് അറേഞ്ച് ചെയ്യുമ്പോൾ അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ലാറ്റിസ് ടൈപ്സ്. അതിലൊരു FCCയുടെ ഒരു കോമ്പിനേഷൻ വരും, പ്ലസ് ദർ വുഡ് ബി എക്സ്ട്രാ 2 ആറ്റംസ്. അതുകൊണ്ട് തന്നെ നമുക്കത് റിപ്പീറ്റിംഗ്, അത് ട്രാൻസ്ലേഷൻ സിമെട്രിക് ആയിട്ട് ഉള്ള ബ്രവേസ് ലാറ്റിസിൻ്റെ ക്രൈറ്റീരിയ, അതായത് 1 ലാറ്റിസ് പോയിന്റ് പെർ യൂണിറ്റ് സെൽ ഇവിടെ ഡയമണ്ട് ക്യൂബിക്കിൽ ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡയമണ്ട് ക്യൂബിക് ആണ് ഇവിടുത്തെ റോങ് ആൻസർ. അടുത്തത്, ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത അതായത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആയിരിക്കും. ഓക്കെ, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഫാക്ട് ദാറ്റ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് പ്രത്യേകിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു മെജോറിറ്റി കാരിയർ ടൈപ്പ് ഉണ്ടാകില്ല. സോ അവിടെ അത് സാധ്യമാകുന്നത് ഇലക്ട്രോൺസും ഹോൾസും ഈക്വൽ ആയതുകൊണ്ടാണ്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ഓപ്ഷൻ, വിച്ച് ഇംപ്യൂരിറ്റി ഈസ് യൂസ്ഡ് ടു ഫോം ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഒന്നുകൂടി പറയാം, വിച്ച് ഇംപ്യൂരിറ്റി ഈസ് യൂസ്ഡ് ടു ഫോം ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഫ്രീ ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ കൂടുതലായിരിക്കും, വിച്ച് ജനറലി ടേക്സ് പാർട്ട് ഇൻ ദ കണ്ടക്ടിവിറ്റി. മെജോറിറ്റി കേരിയേഴ്സ് അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കണിൻ്റെ ഒരു
സിലിക്കൺ സെമികണ്ടക്ടറിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രത്യേക എലമെൻറ്റ് ഡോപ്പ് ചെയ്തതിന് ശേഷമാണ് അതിനെ എൻ ടൈപ്പ് ആക്കുന്നത്. സോ ടിപ്പിക്കലി ഇറ്റ് ഹാസ് ടു ബി സംതിങ് വിച്ച് ഹാസ് മോർ വാലൻസ് ഇലക്ട്രോൺസ് കൂടുതലുള്ളതായിരിക്കണം. അപ്പോൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. അതായത് വാലൻസ് ഇലക്ട്രോൺസ് 5 ആവുന്ന എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അതിൽ ഫോസ്ഫറസ് ആണ് ഇതിലൊരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, അതുകൊണ്ട് ഫോസ്ഫറസ് ആണ് നമ്മൾ എൻ ടൈപ്പ് സെമികണ്ടക്ടറിന് ഡോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പി ടൈപ്പ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ബോറോൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എൻ ടൈപ്പിൽ ഫോസ്ഫറസ്. ദ ഹോൾ കോയിഫിഷ്യൻറ്റ് ഫോർ എൻ എൻ ടൈപ്പ് സെമികണ്ടക്ടർ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Hall coefficient, the representation RH is equal to 1 by NE, where N is the carrier density. Carrier density is the electron charge. Okay, അപ്പോൾ carrier density നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ N type ആണെങ്കിൽ the carrier density is negative. For N type, N is negative. For P type, N is positive. അപ്പോൾ RH equal to minus 1 by NE for N type. Okay. അപ്പോൾ negative is the correct answer. അടുത്തത് the SI unit of Hall coefficient. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു Hall coefficient RH is equal to 1 by NE. അപ്പോൾ എന്തായിരുന്നു എൻ എന്ന് പറയുന്നത് കാരിയർ ഡെൻസിറ്റി ആണ്. കാരിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാരിയേഴ്സ് പെർ വോള്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എൻ ഒരു നമ്പറാണ്. അപ്പോൾ അതിന് ദർ ഇസ് നോ യൂണിറ്റ്, ബട്ട് ദർ ഇസ് പെർ വോള്യം. അപ്പോൾ വോള്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബാണ് വോള്യത്തിൻ്റെ യൂണിറ്റ്. സോ കാരിയർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് 1 by മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ n⁻³ ആയിരിക്കും. അതേപോലെ ഇലക്ട്രോൺ ചാർജ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജ് ആണ്. അതിൻ്റെ യൂണിറ്റ് കൂളംബാണ്. ഓക്കെ, സോ ദ SI യൂണിറ്റ് ഓഫ് ഹോൾ കോഎഫിഷ്യൻറ്റ് ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RH is equal to 1 by വോള്യത്തിൻ്റെ 1 by കാരിയർ ഡെൻസിറ്റിയുടെ യൂണിറ്റ് n equal to മീറ്റർ n⁻³ അത് നമ്മളിവിടെ കൊടുക്കുക. ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ് മുകളിലോട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ RH is equal to m³ കൂളംബ് ഇൻവേഴ്സ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി എനർജി ഗ്യാപ്പ് ഇൻ കണ്ടക്ടേഴ്സ് ഈസ് 0 or overlapping large small variable. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക എനർജി ഗ്യാപ്പ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബാൻഡ് ഗ്യാപ്പ് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ബാൻഡ് ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് കണ്ടക്ടറിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വി ക്യാൻ ചൂസ് ദി ഓപ്ഷൻ 0 or overlapping. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് റേഡിയേഷൻ ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ക്രിസ്റ്റൽ സ്ട്രക്ചർ അനാലിസിസ്? ഇതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലാറ്റിസ് സ്പേസിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന, ഉദാഹരണത്തിന് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ലാറ്റിസ് സ്പേസിങ്ങിനോട് ഓർഡറുള്ള ഏത് റേഡിയേഷൻ്റെയും വേവ് ലെങ്ത്തും നമുക്ക് യൂസ് ചെയ്യാം പ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു ബേസിക് റൂളാണ്. നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണോ നമ്മൾ പ്രോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമെൻഷൻസിനോട് അടുത്ത് നിൽക്കുന്ന ഇതായിരിക്കണം നമ്മുടെ വേവ് ലെങ്ത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ക്രിസ്റ്റൽ ലാറ്റിസ് spacing is around ആംസ്ട്രോങ്ങിൻ്റെ ഓർഡറിലാണ് വരിക. ഇറ്റ് വിൽ ബി അറൗണ്ട് ലെറ്റ്സ് സേ the gap between atoms എന്ന് പറയുന്നത് would come in the order of ആംസ്ട്രോങ്. അപ്പോൾ ഇത് ആംസ്ട്രോങ്ങിൻ്റെ ഓർഡറിലുള്ള വേവ് ലെങ്സ് ഉള്ള ഏതാണോ ഇതിൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറിന് സൂട്ടബിൾ ആയിട്ടുള്ള റേഡിയേഷൻ. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ടിപ്പിക്കലായിട്ട് ഇപ്പോൾ എക്സ്റേസിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ഇറ്റ്സ് അറൗണ്ട് 1.56 സംതിങ് ആംസ്ട്രോങ്. ഇപ്പോൾ പ്രത്യേകിച്ചും XRD എക്സ്റേ അനാലിസിസ് എക്സ്റേ ഡിഫ്രാക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന എക്സ്റേയുടെ വേവ് ലെങ്ത്ത് ഈ ഓർഡറിലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എക്സ്റേസ് ആണ് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്
ക്രിസ്റ്റൽ സ്ട്രക്ചർ അനാലിസിസിനുള്ളത്. അടുത്തത് Bragg's law is used to determine number 1 band gap, lattice spacing, carry mobility, Hall coefficient. Okay, Bragg's law വളരെ ഈസിയാണ്. n lambda equal to 2d sin theta. ഓക്കെ, ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് പറയാം. ലാറ്റിസിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോ, അല്ലെങ്കിൽ അത് ഈ ലോ ലാറ്റിസിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബാക്കി ഓപ്ഷൻസ് ഒന്നും വളരെ ഓഡായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ലാറ്റിസ് സ്പേസിങ് ഡയറക്റ്റ്ലി എടുത്തോളൂ, പക്ഷേ എൻ്റെ തിയറി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Bragg's law പറയുന്നത് n lambda equal to 2d sin theta എന്നുള്ളതാണ്. എവിടെ n lambda എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ്റെ ഓർഡറാണ്, ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ. ഉദാഹരണത്തിന് നമ്മളൊരു യൂസിങ് റേഡിയേഷൻ ടു പ്രോബ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതിൻ്റെ പ്ലാനാർ സ്പേസിങ്, ഒരു ക്രിസ്റ്റൽ ഇങ്ങനെയാണെങ്കിൽ ടിപ്പിക്കലി ഈ ക്രിസ്റ്റൽ തമ്മിലുള്ള ഈ ലാറ്റിസ് പ്ലെയിൻസ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് d. നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഇത് ഡിഫ്രാക്റ്റ് ആവും, ഈ സ്പേസിങ്സിൽ വന്നിട്ട് അത് ഡിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേക ഇറ്റ് കംസ് ലൈക്ക് ദിസ്, ആൻഡ് ഇറ്റ് ഡിഫ്രാക്ട്സ്. ദിസ് ഡിഫ്രാക്ഷൻ ആംഗിൾ ഇസ് തീറ്റ ആൻഡ് ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ പ്രൊസീജിയറിൽ കൂടെ നമുക്ക് ഈ ലാറ്റിസ് സ്പേസിങ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വിച്ച് ഇസ് വൈ the law that connects all these variables is defined as the Bragg's law, and very easily we can argue that it is used to determine the lattice spacing. Okay, അടുത്തത്, in a p-type semiconductor the majority carriers are electrons, holes, ions or protons. Very simple question. p-type എന്ന് പറഞ്ഞാൽ holes ആണ് അവിടുത്തെ majority carriers, അതുകൊണ്ട് we can choose holes. Electrons ആണെങ്കിൽ it would be n-type. Okay, ions and protons are not the major carrier types in taking part in semiconductor physics. അതുകൊണ്ട് തന്നെ we can eliminate the other options.